ഹായ് ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് അണ്ടർ ഐ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ. അത് പലർക്കും പല റീസൺ കൊണ്ട് ഉണ്ടാകാറുണ്ട്. ചിലർക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ, ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ കുറേ റീസൺ കൊണ്ട് നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളതാണ് അല്ലെങ്കിൽ നല്ല ഡാർക്കിനുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ചെറുതായിട്ട് ഈ ഇടയ്ക്ക് നമുക്ക് റീസെൻ്റ്ലി വന്നിട്ടുള്ള ഡാർക്ക് സർക്കിളൊക്കെയാണ്, അല്ലെങ്കിൽ ചെറുതായിട്ടേ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അത് വീട്ടിലുള്ള ഹോം റെമഡീസ് ആകുമ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ മാത്രമാണ് നമ്മളിടുക. അത് നമുക്കെന്ന് വെച്ചാൽ മോർണിംഗിലല്ല കേട്ടോ ഇടുക, ഈവനിങ്ങിലാണ് ഇത് ഇടേണ്ടത്. അതിനുശേഷം നൈറ്റിൽ ഇട്ടുകൊണ്ട് കിടക്കേണ്ട ഒരു പാക്കുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനാവശ്യമായിട്ട് വളരെ കുറച്ച് ഇത് മതി, വളരെ കുറച്ച് ക്യൂക്യുംബർ, ദെൻ പൊട്ടറ്റോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന് വളരെ കുറച്ച് മതി. ഇപ്പോൾ കാണിക്കാൻ വേണ്ടി കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ടീസ്പൂണാണ്, 1 ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 1/2 ടീസ്പൂൺ മതി. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ജ്യൂസാക്കി എടുക്കുക, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ജ്യൂസാക്കി എടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഹണിയും അലോവേറ ജെല്ലുമാണ്. ശരിക്കും പ്ലാന്റിൻ്റെ ജെല്ലുണ്ടെങ്കിൽ അത് എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ജെല്ല് എടുത്താലും മതി കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റി ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട്. അതൊരു സ്പൂൺ മതി. അപ്പോൾ ഇത് പൊട്ടറ്റോ ജ്യൂസ് കുറച്ച് മതിയേ. കുറച്ച് അലോവേറ ജെല്ല് ഇത്ര എടുക്കുന്നുള്ള അതിട്ടു. ഇതിലേക്ക് കുറച്ച് ഹണി. ക്യൂക്കുംബറും പൊട്ടറ്റോയും കൂടെയുള്ള മിക്സാണ് എടുത്തേക്കുന്നത്, പ്ലസ് ഹണി, അലോവേറ ജെല്ല്. വെള്ളം പോലെയാണ് അത് ശരിക്കും ഇരിക്കുക. അത് നമ്മൾ ഈവനിങ്ങിൽ നമുക്ക് ഇടയ്ക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പോർഷനിൽ മാത്രമായിട്ടോ നമ്മൾ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു നോർമൽ ഒരു ചെറിയൊരു സോഫ്റ്റ് മസാജും കൂടെ നമ്മൾ ഡെയിലി കൊടുക്കുക. നമ്മൾ ഡെയിലി ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം 1 വീക്കിനേക്കുള്ള വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിടുക. എന്നിട്ട് നൈറ്റിൽ ഇടേണ്ട ക്രീമും ഞാൻ പറഞ്ഞുതരാം. എനിക്കങ്ങനെ ഡാർക്ക്നെസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനതിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും. ഹെവി ആയിട്ടുള്ള ഡാർക്ക്നെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ എടുക്കുമ്പോൾ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇടുക. നല്ല ലൂസായിരിക്കും വെള്ളം ഇതായതുകൊണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇടുക. ഇതിന്മേലിൽ ഇത് 2-3 പ്രാവശ്യം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. കണ്ണിൻ്റെ ചുറ്റുമാണ് നമ്മളിടുക. ഇത് നമ്മൾ 2-3 പ്രാവശ്യം ഇട്ടാലും കുഴപ്പമില്ല. ജസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം ചുറ്റും നല്ലൊരു സോഫ്റ്റ് മസാജ് കൊടുക്കുക. നമുക്ക് നൈറ്റിൽ നല്ല സ്ലീപ്പും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് ചെയ്യുക. ദെൻ നൈറ്റിൽ ഇടേണ്ട പാക്കെന്ന് വെച്ചാൽ ഞാനത് ഇട്ട് കാണിക്കാമെന്ന് വെച്ചാൽ എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല കേട്ടോ. നിങ്ങളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി നമുക്ക് ഇട്ടിട്ട് പോകാവുന്നതാണ്. അത് നൈറ്റിൽ ഇടേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിറ്റാമിൻ ഈ ഒരു ക്യാപ്സൂളില്ലേ അതിനുള്ളിലത് എടുക്കണം. അത് നമുക്കൊരു ടാബ്ലറ്റ് അത് ഫുള്ളും എടുക്കാം. എന്നിട്ട് അത് നമ്മുടെ റോസ് വാട്ടർ ഇല്ലേ, നല്ല പ്യുവറായിട്ടുള്ള നല്ല റോസ് വാട്ടർ, നല്ല ബ്രാൻഡഡ് നല്ല കമ്പനിയുടെ റോസ് വാട്ടർ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ ബെറ്റർ, നല്ല റിസൾട്ട് ഉണ്ടാകും. നമുക്ക് ഇവിടെ കിട്ടുന്നത് വെച്ചാൽ മിക്കവും ലോ ക്വാളിറ്റിയാണ്. അപ്പം നല്ല ക്വാളിറ്റിയുടെ റോസ് വാട്ടർ ചൂസ് ചെയ്യണേ, അതെടുക്കുക. എന്നിട്ട് അതൊരു 5-6 ഡ്രോപ്സ് നമുക്കിപ്പോൾ ആവശ്യമുള്ള എത്രയെന്ന് വെച്ചാൽ അത് ഈ ഒരു ക്യാപ്സൂളിൻ്റെ ഫുള്ളും എടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അണ്ടർ ഐയുടെ ഇവിടെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു കണ്ണിൻ്റെ മേലിൽ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് മസാജ് ഒന്നും വേണ്ട, ജസ്റ്റ് ഈ ഒരു രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് മോർണിംഗിൽ ഫേസ് വാഷ് ഇട്ട് കഴുകിയാൽ മതി. അപ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഡെയിലി ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, അറിയാലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.